താലപ്പൊലി ടൈമിൽ നമ്മളുടെ ഫ്രണ്ട് നടത്തുന്ന ഒരു കട അവിടെ ഉണ്ടായിരുന്നു. 4-ാം താലപ്പൊലിക്കാണ് നമ്മൾ ഈ കട കണ്ടുപിടിക്കുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ചു എന്ന് പറയാനും പറ്റില്ല, കാരണം ഞങ്ങൾ ആ വഴി പോയപ്പോഴാണ് കണ്ടത്. വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാണ്ട് പോകുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. 2 തരത്തിലുണ്ടായിരുന്നു, ഐസ്ക്രീം ഇട്ടത് ഐസ്ക്രീം ഇടാത്തത്. ഞങ്ങൾ വാങ്ങിച്ചത് ഐസ്ക്രീം ഇട്ടതാണ് കേട്ടോ. പെട്ടെന്ന് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കട്ട പിടിക്കും, പിന്നെ ഇത് കുത്തി ഇളക്കി എടുക്കേണ്ടി വരും. അവിടെ നിന്ന് നേരെ നമ്മൾ വീണ്ടും കാവിന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. എങ്ങനെ നമ്മൾ ആ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തുന്നായിരുന്നു ഞങ്ങളുടെ പിന്നത്തെ ടെൻഷൻ. നടന്ന് ലാസ്റ്റ് ഒരുത്തി അവിടെ ഇരിപ്പായി. ഈ 4-ാം താലപ്പൊലിയുടെ അന്നാണ് ഇവിടെ ഇത്രയും തിരക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, ഒരുപാട് നാട്ടുകാർ ഇടയ്ക്ക് വരും കേട്ടോ. വെടിക്കെട്ട് തുടങ്ങാനായിട്ട് വൈകിയോണ്ട് ആൾക്കാരെ കിടന്ന് ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കണ്ട. അങ്ങനെ ലാസ്റ്റ് നമ്മളെ വെടിക്കെട്ട് തുടങ്ങി. ഞങ്ങളൊരു മണ്ടത്തരം കാണിച്ച ആൾക്കാരെല്ലാം കൂടെ ഇവിടെ കൂടി നിൽക്കണുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടേക്ക് കയറി. ഇവിടെ തുടക്കമായിരുന്നു, പക്ഷെ അവസാനിക്കണത് അപ്പുറത്തെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പുറത്തെ സൈഡിലേക്ക് എല്ലാവരും ഓടണം കണ്ടിട്ട് ഓടിയെങ്കിലും ഞങ്ങളെ കൊണ്ട് ഓടി എത്താനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും അവിടുത്തെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ സർക്കസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും താലപ്പൊലിക്കാവി വരുമ്പോഴാണ് ഓരോരുത്തരുടെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവണം നമ്മളൊക്കെ എന്തോരം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്.